എല്ലാവർക്കും നമസ്കാരം. നേരെന്ന സിനിമ കേട്ടോ. സിനിമ ഭയങ്കരമായിട്ട് ഇമോഷണലാണ്, ഭയങ്കര ടച്ചിങ് ആണ്. വല്ലാത്തൊരു ഹാങ് ഓവറിലാണ് നേരെ കണ്ടു കഴിഞ്ഞപ്പോൾ. നമുക്ക് പെട്ടെന്നൊന്നും അധികം സംസാരിക്കാൻ പറ്റത്തില്ല, കുറച്ച് ടൈം കഴിഞ്ഞ് സംസാരിക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പടം. അപ്പോൾ നേരിൻ്റെ റിവ്യൂലോട്ട് പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം മോഹൻലാൽ വക്കീലായിട്ട് വരുന്നു എന്നുള്ളതാണ്. വക്കീലായിട്ട് മോഹൻലാൽ വന്നിട്ടുള്ള ഒരു കഥാപാത്രം മനസ്സിൽ നിൽക്കുന്നത് റെഡ് ചില്ലീസിലെ OMR ആണ്. അപ്പോൾ അന്ന് അദ്ദേഹം ഫുൾ ടൈം വക്കീലാണെങ്കിൽ പാർട്ട് ടൈം ദൈവമൊക്കെ ആയിരുന്നു. പിന്നീട് ജനകൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയ്ക്കകത്താണെങ്കിൽ ഫുൾ ടൈം വീട്ടിലിരുന്നുള്ള വാദമാണ്. ഇതിൻ്റെ അകത്ത് മുഴുവൻ നേരം നമുക്ക് കോടതിയിൽ മോഹൻലാലിനെ കാണാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു 3-4 സിനിമകളായിട്ട് മോഹൻലാൽ കുറേ വേഷപ്പകർച്ചകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. സിംഗ് ആയിട്ട് വരുന്നു, CBI ആയിട്ട് വരുന്നു, ഏജൻ്റായിട്ട് വരുന്നു. പക്ഷെ അതിലൊന്നും കാണാത്ത ഒരു ഇമോഷണൽ സൈഡ് ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് മോഹൻലാൽ എന്ന നടനെ നമ്മുടെ സംവിധായകർ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നേരെന്ന സിനിമയിലോട്ട് എത്തുമ്പോൾ ഇതിൽ മെമ്മറീസിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ട്. അതായത് മെമ്മറീസിൽ ഒരു പോലീസ് ഓഫീസർ കുറേ നാളായിട്ട് ഇങ്ങനെ വെള്ളമടിച്ച് നടന്നിട്ട് പിന്നീട് ഒരു കേസിലോട്ട് തൻ്റെ ശ്രദ്ധ മൊത്തത്തിൽ പോകുന്നു, തൻ്റെ ജീവിതം മാറി പറയുന്നതായിട്ടുള്ളൊരു ബാക്ക് ഡ്രോപ്പ് ഈ ഒരു സിനിമയും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് മോഹൻലാൽ വക്കീലായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പ്രഭാവം വീണ്ടെടുക്കുമ്പോൾ അത് വളരെ ഇമോഷണലായിട്ട് അത് ആ കോർട്ട് റൂമിൽ കാണിക്കുമ്പോൾ കൈയടിക്കാൻ മടിക്കുന്നവർ വരെ കൈയടിച്ചു പോകും. ഇമോഷണൽ ആവാൻ പേടിയുള്ളവർ, കഠിന ഹൃദയർ വരെ ഹൃദയം പൊട്ടി കണ്ണ് നിറയുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്ന നമുക്ക് ചുറ്റുവട്ടത്തൊന്ന് നോക്കിയാൽ മതി, നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ഇമോഷണൽ ഡ്രാമയാണെന്ന് ജീത്തു ജോസഫ് പല ഇൻ്റർവ്യൂവിലും ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും ജീത്തു ജോസഫ് അല്ലേ, അപ്പം നമ്മൾ ത്രില്ലർ പ്രതീക്ഷിച്ച് തന്നെയാണ് പോകുന്നത്. ട്വിസ്റ്റുകൾ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ സിനിമ തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ആ പ്രതീക്ഷയെല്ലാം കൂടെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ജീത്തു ജോസഫിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പരിപാടിയുണ്ട്. അത് പല സിനിമകളിലും നമ്മളിങ്ങനെ കാണുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ 10-15 മിനിറ്റ് നമുക്ക് പരിചിതമല്ലാത്ത കുറേ കഥാപാത്രങ്ങൾ, അതായത് പുതിയതായിട്ടുള്ള ആളുകളായിരിക്കും, കാര്യമായിട്ട് അഭിനയം അറിയത്തില്ലാത്തവരായിരിക്കും. അവർക്ക് കൊടുക്കുന്ന ഡയലോഗുകൾ എന്ന് പറയുന്നത് വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഡയലോഗുകളാണ്. നിങ്ങൾ എവിടെ പോയി, ഞാനിവിടെ വന്നു, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ, ഇങ്ങനെ നമുക്ക് ഓടായിട്ട് തോന്നുന്ന കുറേ ഡയലോഗുകൾ കൊടുക്കും. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷ നന്നായിട്ട് തന്നെ കുറയും. അയ്യേ എന്താണ് ഈ കാണിക്കുന്നത്? പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ട് ഇത് ജിത്തു ജോസഫിൻ്റെ പടമാണെന്നൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഈ പ്രതീക്ഷ ആ ഒരു 15 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ബ്രേക്ക് ചെയ്ത് കളയും. അങ്ങനെ തിയേറ്ററിൽ ഇരുത്തി നമ്മുടെ പ്രതീക്ഷയെല്ലാം കളഞ്ഞതിന് ശേഷം മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ്. അപ്പോൾ നമ്മൾ മോഹൻലാലിനെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആശ്വാസവും ഹൈയും ഒക്കെ കിട്ടും. അത് ഈ ഒരു 15 മിനിറ്റിലെ വർക്ക് കൊണ്ട് കിട്ടുന്നതാണ്. പിന്നീട് സിനിമ ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ആ സമയത്തൊക്കെ സിനിമയുടെ ഡയറക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ യങ് ആയിട്ടുള്ളൊരു ഡയറക്ടർ ചെയ്തിട്ടുള്ളൊരു വർക്ക് പോലെ തന്നെ തോന്നും. സീനുകളുടെ അറേഞ്ച്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലോട്ട് കട്ട് പോകുന്നതൊക്കെ ആണെങ്കിലും നമ്മൾ അറിയുന്ന പോലുമില്ല, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് സിനിമ പോകുന്നത്. എന്നാൽ ഇമോഷൻ കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തുന്നുമുണ്ട്, സ്റ്റോറി മൈൻഡിൽ രജിസ്റ്റർ ആവുന്നുമുണ്ട്. മോഹൻലാൽ എന്ന് പറഞ്ഞ അസാധ്യ നടനെ നമ്മൾ നായകനാക്കി നിർത്തുമ്പോൾ എതിർഭാഗത്ത് നിർത്താൻ അത്രയ്ക്കും തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വില്ലൻ വേണം. ഇവർ സിദ്ദീഖിനെയാണ് തിരഞ്ഞെടുത്തുള്ളത്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു തീരുമാനം തന്നെയായിരുന്നു. സിദ്ദീഖ് അടിച്ച് പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദീഖിനെ കുറിച്ച് കുറച്ച് അധികം തന്നെ നമുക്ക് പറയാനുണ്ട്. സിദ്ദീഖ് 2 സിനിമയുടെ കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് നമ്മൾ കേട്ടുള്ളത്. സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ള വിഷ്ണു ശ്യാമിനെ കുറിച്ച് കുറച്ച് കഴിഞ്ഞ് പറയാം. സിനിമയുടെ സിനിമറ്റോഗ്രഫി കൈകാര്യം ചെയ്തിട്ടുള്ളത് സതീഷ് കുറുപ്പാണ്. ദൃശ്യം 2-ലും കൂമനിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള അതേ സിനിമറ്റോഗ്രഫി പാറ്റേൺ തന്നെയാണ് ഈ ഒരു സിനിമയിലും ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് അനശ്വര രാജനെ കുറിച്ചാണ്. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള കഥാപാത്രമാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. എന്നാൽ വളരെയധികം ഇമോഷണലായിട്ട് കണക്റ്റ് ആവുന്ന കുറേയധികം സീനുകൾ പുള്ളിക്കാരി ഈ ഒരു സിനിമയിൽ നമുക്ക് തന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷം പുള്ളിക്കാരി ഇങ്ങനെ പെർഫോം ചെയ്ത് കാണുന്നതിൽ. ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് വളരെയധികം ഫ്രഷ് ആവാനുള്ളൊരു കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ഒരു വക്കീലാണ്. ശാന്തിയും ജിതു ജോസഫും കൂടിയാണ് ഈ ഒരു സിനിമ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോടതിയിലെ സീനുകൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. അവരുടെ ഒരു അറേഞ്ച്മെൻറ്റും അവരുടെ ഒരു രീതികളും ജഡ്ജിൻ്റെ സംസാരവും വക്കീലന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാര രീതികളുമൊക്കെ നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതിന് കാരണം അത് തന്നെയാണെന്നാണ് തോന്നുന്നത്. നേരെന്ന സിനിമയുടെ ആദ്യ പകുതി നൽകുന്നൊരു ഹൈ ഉണ്ട്. കേവലം ഒരു കോടതി സിനിമ എന്നതിലുപരി ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്നതിലേക്കൊക്കെ നേരെ പോകുന്നുണ്ട്. ഈ സിനിമയിൽ മോഹൻലാൽ വക്കീലായിട്ട് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കുറവാണ്. പിന്നീട് കോൺഫിഡൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം മോഹൻലാൽ സിദ്ദീഖിനെതിരെ കുറച്ച് ദേഷ്യത്തിൽ സംസാരിക്കുന്ന കുറച്ച് സീനുകളുണ്ട്. എൻ്റെ മോനെ തിയേറ്ററിൽ കിട്ടിയിട്ടുള്ള കയ്യടി എന്ന് പറയുന്നത് ശരിക്കും കോരിത്തരിച്ചു പോകുന്ന കയ്യടിയായിരുന്നു. ഇനി സിദ്ദീഖിനെ കുറിച്ച് തന്നെ പറയണം. എത്ര പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണ് സിദ്ദീഖ് എന്നുള്ളത്. അത് സിനിമയുടെ ക്ലൈമാക്സ് എത്തുമ്പോൾ പോലും അവസാനത്തെ എൻഡ് പോർഷനിൽ പോലും സിദ്ദീഖ് ആ ക്യാരക്ടറിൽ നിന്ന് ഒരിത്തിരി പോലും മാറിയിട്ടില്ല. അതേ രീതിയിൽ തന്നെ നമുക്ക് തിയേറ്ററിൽ നിന്ന് നമ്മൾ ആ സ്ക്രീനിൽ കയറി പുള്ളിയെ അടിക്കണമെന്നൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന രീതിയിലുള്ള സംഭവം നമുക്ക് തോന്നും പുള്ളിയുടെ പെർഫോമൻസിൽ.
അതാണ് ആർട്ടിസ്റ്റ് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ കോടതി ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കാണിച്ച് നമ്മളെ ബോർ അടിപ്പിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ ഇമോഷണലി നമ്മൾ വല്ലാണ്ട് അങ്ങ് കണക്റ്റ് ആകും സിനിമയിലോട്ട്. അപ്പോൾ കൃത്യമായിട്ട് സ്കോറുകൾ നൽകും, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ നൽകി, മ്യൂസിക് നൽകി, സീനിനെ അങ്ങോട്ട് എലവേറ്റ് ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു കട്ടി ഉണ്ടാക്കി ലാസ്റ്റ് കണ്ണിൽ കൂടെ വെള്ളം വരുത്തിയിട്ടാണ് തിയേറ്ററിൽ നിന്ന് നമ്മളെ പറഞ്ഞേക്കത്തുള്ളൂ. അമ്മാതിരി മേക്കിംഗ്, ഡയറക്ഷൻ, ആക്ടിങ് എല്ലാം കൊണ്ടും ഒരു 60% ഫുൾഫില്ലായ മനുഷ്യനെ മ്യൂസിക് കൊടുത്ത് 75%ലേക്കൊക്കെ എത്തിച്ചിട്ട് സിനിമ തിയേറ്ററിൽ നിന്നും പറയുന്നൊരു രീതിയായിരുന്നു, ഒരു അനുഭവമായിരുന്നു നേർന്ന സിനിമയ്ക്കുണ്ടായിരുന്നു. മോഹൻലാൽ സിനിമകൾ സ്ഥിരമായിട്ട് പരാജയപ്പെടുമ്പോൾ ഇവൻ്റെ അടുത്ത പടവും പൊട്ടും എന്നൊക്കെ പറയുന്നവരും പുള്ളിയുടെ ഒരു പടത്തിലെ ചെറിയൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അസഹനീയമായിട്ട് വികാര പ്രകടനങ്ങൾ പുറപ്പെടുവിക്കുന്നവരോടൊക്കെ നമുക്ക് ഒന്ന് തന്നെ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുക, ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്യും, അവർ അവരുടെ പണി ചെയ്യട്ടെ.